100 കിലോമീറ്ററിനടുത്തായി. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ ഡേ 16 ആണ്. അങ്ങനെ ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്ത് ഞങ്ങൾ മൂവ് ചെയ്യുകയാണ്. ആർച്ച് ബ്രിഡ്ജാണ് കേട്ടോ. ശരിക്കും പോകാനൊക്കെ നമുക്ക് പേടി തോന്നുന്ന പോലത്തെ ഒരു ഗാർഡ് റോഡ്സ് ആണ്. ഹലോ ഹലോ ഹായ്, നല്ല തണുപ്പല്ലേ? ഇത് വലിയൊരു മലയാണേ. മല തുരന്ന് അതിൻ്റെ അടിയിൽ കൂടെ ഒരു ടണലാണ്. Keep remember us, okay? Okay. Sikkim, Bangkok, the capital of Sikkim. So thank you, Karmaji, thank you so much. आए घूमने सिक्किम में क्या? वेलकम सब सिक्किम में. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടീസ്റ്റ റിവറിൻ്റെ തീരത്തൂടെയാണ്. ടീസ്റ്റ റിവർ എന്ന് പറയുമ്പം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈസ്റ്റേൺ ഹിമാലയത്തിൽ നിന്നാണ്. അതായത് ഹിമാലയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നൊരു റിവറാണിത്. 400 കിലോമീറ്റർ മിച്ചം ലെങ്ത് ഉണ്ട് ഇതിന്. 414 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. ഇത് സിക്കിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെസ്റ്റ് ബംഗാൾ വഴി ബംഗ്ലാദേശിലേക്ക് പോകുന്നു. നമ്മുടെ അങ്ങനൊരു റിവറാണിത്. കൂടുതലും അഗ്രികൾച്ചർ അതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു റിവറാണ്. കാണുമ്പോഴേ അറിയാം. നല്ലപോലെ ഉരുളൊക്കെ പൊട്ടി നല്ലപോലെ വെള്ളം ഒഴുകുകയും ഭയങ്കര കുത്തൊഴുകാം. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ അതിൻ്റെ ഒരു പ്രോജക്റ്റ് നമുക്കിപ്പോൾ ഒന്ന് കാണാമേ. അതുകൊണ്ട് ആ കാണുന്നത് ഡാമാണ്. അപ്പുറത്തെ സൈഡ് ഡാമാണ്. അപ്പോൾ ആ ഡാം കയറിയാണ് ഇവിടെ വെള്ളം തിരിച്ചിങ്ങോട്ട് ഇപ്പുറത്തേക്ക് വിടുന്നത്. വെള്ളമുള്ള സമയത്ത് ഇപ്പോൾ എന്ത് വെള്ളമായിരിക്കും ഭയങ്കരമായിട്ട്. അതുവഴി പോകുന്നുണ്ടോ? ട്രെയിൻ പോകുന്നുണ്ടോ? ട്രെയിനിൻ്റെ ലൈന്, റെയിൽവേ ലൈന്. ശരിക്കും ഇന്ത്യൻ റെയിൽവേ ഒരു അത്ഭുതം തന്നെയല്ലേ? ഏതെല്ലാം മലനിരകൾ താണ്ടി പോകുന്നു. ഇതെല്ലാം ഈ തുണി വലിച്ചു കെട്ടിയുന്നുണ്ടോ? അതിൻ്റെ കാറ്റിൻ്റെ വേഗത എന്തുമാത്രം ഉണ്ടെന്നത് കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ മേളിൽ കൂടെ പോകുന്നുണ്ടോ റെയിൽവേ ലൈൻ? ഇവിടെ ബസ്സും ഓട്ടോ ഒന്നും അല്ല, ബസ്സുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലൊരു ടാക്സി പോലത്തെ അതെ വാനുകളാണ് പോകുന്നത്. സുമോ, ടാറ്റ സുമോ. ഇത് നോക്കിയാൽ മുകളിലേക്ക് പോയിട്ട് പോകുന്നു. നോക്കി എന്താ, എല്ലാം ഹ്യൂമൻ മെയ്ഡ് ആണല്ലോ. മാൻമെയ്ഡ് അല്ല, ഇപ്പം മാൻമെയ്ഡ് എന്ന് പറയാൻ ടൈം മാറിയല്ലോ. ഇത് ഡാം പവർ ഹൗസിലേക്ക് പോകുന്ന വഴിയാണ്. തൊട്ട് പുറയിലായിരുന്നു ഗേറ്റ്. അതായത് മേളിലോട്ട് കയറി പോകുന്നത് ഡാമിൻ്റെ പവർ ഹൗസ്. അത് പബ്ലിക് അങ്ങോട്ട് എൻട്രി ഉണ്ടോയെന്ന് അറിയത്തില്ല. ചെറിയൊരു ജംഗ്ഷൻ, കുറച്ച് കടകളൊക്കെ ആയിട്ട്. ഈ വലിയ ട്രിപ്പ് പോകുന്നവരുടെയൊക്കെ ബൈക്കിൽ ഈ ഒരു ഇതില്ല. ഇതെന്താ ഈ ഫ്ലാഗ്? അത് അതിനൊരു ഇത് പറയാം. അത് കുറച്ച് മന്ത്രങ്ങളാണ്. അതായത് അതിൽ പറയുന്നത് കാറ്റ് തട്ടി ആ മന്ത്രങ്ങൾ ആ കാറ്റിലൂടെ സർവം വ്യാപിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. അത് എവിടുത്തെ ആണെന്ന് അറിയത്തില്ല. മിക്കവാറും ഹിമാലയൻ ഒരു ടിബറ്റൻ കൾച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആണ് അതെ.
ആ ഇനി ഫുൾ ഫോറസ്റ്റ് ആണ്. ഇപ്പോഴും എല്ലാം ഫോറസ്റ്റിനകത്തോടാണല്ലോ. അല്ല, ഒരു ചെറിയൊരു ചവിട്ട്. ആ പുഴയുടെ വീതി കണ്ടോ? എന്തൊരു വീതിയിലാണ് പോകുന്നത്. എൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കാറ്റ് ഭയങ്കരമാണ്, അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. പിന്നെ അതുമല്ല, പാലത്തിട്ട് പോലുള്ള പോലീസ് ഒത്തിരി നേരം നിർത്തത്തുമില്ലായിരുന്നു. ഇതൊരു ഡ്രോൺ ഷോട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു ഈ റൂട്ടിൻ്റെ എല്ലാം, പക്ഷെ നല്ല കാറ്റാണ്. അല്ലെങ്കിൽ ആ പുഴയുടെയൊക്കെ അത് ആ പാലത്തെ നിന്നിപ്പോൾ ഡ്രോൺ എടുക്കാൻ പോയതാണ്, പക്ഷേ പോലീസുകാരൻ ആ ബ്രിഡ്ജിൻ്റെ നടുക്ക് നിർത്തുകയില്ല. ഫോർ അവർ സേഫ്റ്റി ഒബിയസ്ലി. പിന്നെ ആഴമല്ലേ? ആഴം അറിയത്തില്ലല്ലോ നമുക്ക്, അല്ല, പക്ഷെ ഒഴുക്ക് അല്ല അങ്ങനല്ല, ഞാൻ വെള്ളത്തിന്റെ ആഴമല്ല ചോദിച്ചത്. ഇവിടുന്ന് അങ്ങോട്ട് ആ പൊക്കം ആ ഭയങ്കര ആ താഴ്ചയാണ്. ഭയങ്കര താഴ്ചയാണ് ആഴമല്ല, അങ്ങോട്ട്. താഴ്ച. ഇവിടോട്ടൊക്കെ കയറിയപ്പോൾ ഇച്ചിരി വീതിയായി റോഡിനല്ലേ. അവിടെ ഭയങ്കര ഒട്ടും ഇതുമില്ല, സ്പേസും ഇല്ല, ആ സൈഡിലൊന്നും ഒന്നും വെച്ചിട്ടും ഇല്ല. പോയ നേരെ താഴെ. ഇവിടെയൊക്കെ നല്ല മഴയുള്ളപ്പം മണ്ണിടിച്ചിൽ നടന്നേക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ എല്ലാം. ഇതുണ്ടോ, കല്ലുമൊക്കെ വീണ്, പക്ഷേ നല്ല റിസ്കിയാണ്. എനിക്കൊന്ന് ഇപ്പോഴല്ല റോഡെല്ലാം ക്ലിയർ ആക്കിയത്, അതിന്റെ എല്ലാം അതെ അതെ. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 100 കിലോമീറ്റർ താഴെ ഉള്ളൂ. സൈനിക നീക്കങ്ങൾ, അതായത് മിലിറ്ററി മൂവ്മെൻറ്റ്സ് നല്ലപോലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എപ്പോഴും ഒത്തിരി വണ്ടികൾ കണ്ടു. സ്റ്റാലിയൻ എന്ന് പറയുന്ന ട്രക്കാണല്ലോ അത്. ആ ആ അപ്പോൾ ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലെ ബൈപ്പാറ ജൽപാഗർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഇപ്പം സിക്കിമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഡാർജിലിംഗ് സിക്കിം. അപ്പം നീണ്ട ഒരു 50-70 കിലോമീറ്ററിന് ശേഷമാണ് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് വന്നേക്കുന്നത്. ഫുഡ് കഴിക്കാൻ കയറിയില്ല, ജസ്റ്റ് വാഷ്റൂം ഒക്കെ ഒന്ന് പോയി. ഈ ഹോട്ടലിരിക്കുന്നത് ഇവിടുത്തെ തിരക്ക് കണ്ടോ? ചിലപ്പോൾ ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഒരു റെസ്റ്റോറൻറ്റ് ഇല്ലാത്തതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഇനിയിപ്പോൾ ലഞ്ചൊക്കെ സ്കിപ്പ് ചെയ്ത് നമ്മൾ വൈകിട്ടത്തേനേ ഉള്ളൂ. ഞങ്ങൾ ഡിഞ്ചറാണ് കഴിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത് വലിയൊരു മലയിടുക്കിലാണ്. ഫോറസ്റ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് മലനിരകളാണ്.
അതിൻ്റെ ഒരു ഇടുക്കിലാണ്. ഇതിൻ്റെ പുറകിൽ നമ്മുടെ ടീസ്റ്റ റിവറാണ് ഒഴുകുന്നത്. ടീസ്റ്റ റിവറിൻ്റെ തീരത്ത് ഈ മലയിടുക്കിൽ ഈ ഫോറസ്റ്റിനകത്താണ് ഈ ഹോട്ടലിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഒരു ഹോട്ടൽ. കുറച്ച് കടകൾ അടുത്തൊക്കെ ഉണ്ട്, ചെറിയ കടകൾ. കടകളെല്ലാം ഉച്ച സമയം. ഇപ്പോൾ സമയം 2:10. ലഞ്ചിന് വേണ്ടി റെസ്റ്റോറൻറ്റിനകത്ത് ഭയങ്കര തിരക്കാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളും തിരക്കുകളും കച്ചവടങ്ങളും മാത്രം. അങ്ങനെ നമ്മുടെ ബീസ്റ്റിങ്ങിൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബ്രേക്കപ്പിന് ശേഷം ചെറിയൊരു ബ്രേക്ക് എടുത്തു. അതിന് ശേഷം സിക്കിമിലേക്കുള്ള യാത്ര വീണ്ടും തുടരുന്നു. ഹായ്, ഞങ്ങളുടെ ഒരാളുണ്ട് വ്ലോഗ് ചെയ്യാനായിട്ട്. ഹായ്, ഹലോ ഹലോ ഹായ്. നിങ്ങൾ ഇപ്പം ടീസ്റ്റ എന്ന് പറയും. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയെ നമ്മുടെ മണിമലയാർ, കരമനയാർ എന്നൊക്കെ പറയുന്നത് ഇതിപ്പോൾ ടീസ്റ്റാറിൻ്റെ സൈഡിലാണ്. ഇത് സ്ഥലം ടീസ്റ്റ. ഓ സിക്കിമേ ഓർ വെസ്റ്റ് ബംഗാൾ है? ओ वेस्ट बंगाल बॉर्डर है ना? बॉर्डर है ना? हाँ बॉर्डर कितना किलोमीटर है सिक्किम? नहीं नहीं मीन्स स्टेट का बॉर्डर. यहाँ से ऐसा 15-20 मिनट हाँ हाँ 10 मिनट കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോർഡർ ആവേ. ഇതർ ദേക്കോ ദേക്കോ ഹായ്. അപ്പോൾ ഇത് ടീസ്റ്റ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിൻ്റെ ലാസ്റ്റ് പോയിന്റിലാണ്, നോർത്ത് ഈസ്റ്റ് സൈഡിലെ. അവിടെ നിന്ന് ഞങ്ങൾക്കൊരു ബേബിയെ കിട്ടിയതാണ്. ഈ കടയിലാണ് ചെറിയൊരു ഷോപ്പ്. ഈ ഷോപ്പിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാം, നല്ല രസമാണ് കേട്ടോ. അത് കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ച് അതിൻ്റെ തീരത്ത് പോയിരുന്ന് കഴിച്ച് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്ത് ഡ്രോണൊക്കെ ഒന്ന് ഫ്ലൈ ചെയ്ത് ടീസ്റ്റാർ ഒക്കെ നിങ്ങളെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതുണ്ടോ? വാവ്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി സ്പേസ്. ഇത് ഷോപ്പിൻ്റെ ഓണേഴ്സാണ് ഇവരെ. നോക്കുക, അടിപൊളിയല്ലേ? അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഈ തീരത്തിരുന്ന് ചില സ്നാക്സൊക്കെ. ഓ കോഫി ടീ കുച്ചേ, കോഫി ടീ കുച്ചേ. പിന്നെ കോഫി ഉണ്ട്, വേണോ? टी है ना? स्पेशल टी क्या है? मलाई टी हो? दार्जिलिंग टी दे दो. मिल्क वाला है और नहीं है? नहीं है. ബ്ലാക്ക് ടീ ആ ദേ ദോ. അപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ ഇരുന്ന് ഡാർജിലിംഗ് ടീ ഇവിടെ നിന്ന് കുടിക്കാൻ പോവാം. ഇതാ ഇവിടെ ആയി. ഇതാണ് ടീസ്റ്റാർ റിവറേ. ഫ്ലാഗുകൾ ഇങ്ങനെ പറക്കുന്ന കാണുമ്പോഴേ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാവുമല്ലോ. നീറ്റ്നെസ് എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഇതുവഴി ഇറങ്ങി ആ നദിയുടെ തീരത്ത് പോകുന്നുണ്ട്. അതായത് ഹിമാലയത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ പോയി കൈയും കാലുമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം. നീന ബദാം മിൽക്ക് കുടിക്കാൻ തുടങ്ങി. അടിച്ച് തീർത്തോ? താഴെ കാണുന്നതാണ് നമ്മുടെ ടീസ്റ്റ നദി. 400 കിലോമീറ്റർ നീളത്തിൽ ഹിമാലയത്തിൽ നിന്ന് വരുന്ന ബംഗ്ലാദേശിൽ പോയി അവസാനിക്കുന്ന ടീസ്റ്റ നദിയുടെ തീരത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്, വെസ്റ്റ് ബംഗാളിൽ. അതുകൊണ്ട് നമ്മുടെ നാം ക്യാ ആപ്കാ? പാറുമുഖ്യ നമുക്ക് ഡാർജിലിംഗ് ടീ ആയിട്ട് വന്നു.
थैंक यू पर मुखिया शुगर है? शुगर है इसमें शुगर है इसमें शायद आपने नहीं बोला होगा ना? या थोड़ा दे दो नहीं, एक बार पी के देख लीजिए थोड़ा। हाँ हाँ या मैं तो नहीं बनाया, दूसरा बनाया, हम बोल ठीक है നമ്മൾ ഡാർജിലിംഗ് ടീ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കൊള്ളാം. മധുരമുണ്ടോ? മധുരം ആവശ്യമില്ല. എക്സ്പ്ലോറിംഗ് സിക്കിം. എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള യാത്രയെ പറ്റിയുള്ള ഒരു വിവരണം? ഇതിപ്പോ വേണോ? നമുക്കത് പിന്നെ കൊടുത്താൽ പോരെ. അതെ, യാത്രാ വിവരണം സെപ്പറേറ്റ് ഉണ്ട്. നമ്മുടെ സന്തോഷ് ജോർജ് സാറ് യാത്രകളെ പറ്റി പിന്നീട് തരുന്ന പോലെ ഞങ്ങളിങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ ചെയ്ത് ഒരു ടെൻറ്റൊക്കെ വെച്ച് എവിടെയെങ്കിലും ഹിൽ സൈഡിൽ പോയിരുന്നിട്ട് ഈ യാത്രയെ പറ്റിയുള്ള വിവരണങ്ങൾ അത് വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഇങ്ങനെ കളം മൂളം ഇങ്ങനെ വ്ളോഗ് ചെയ്ത് പോകല്ലേ. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് റെഫർ ചെയ്ത് യാത്രയെ പറ്റിയുള്ള വിവരണങ്ങൾ നല്ലപോലെ തരും. ആ നമ്മുടെ നിലവിലുള്ള ഫോട്ടോസ് വെച്ചിട്ട്. ഇതാണിവിടെ അവരുടെ കിച്ചണിലേക്കുള്ള വിറകൊക്കെയാണ്. ഇവിടെ ഗ്യാസൊക്കെ കുറവ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ അവരുടെ കിച്ചണാണ്. അതെല്ലാം വിറക് കൊണ്ട് അടുക്കി വെക്കുക. നമുക്ക് ആ റിവറിന് അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഇതിലങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് അങ്ങനെ ടീസ നദിയിലേക്ക് പോവാം. നമ്മൾ ഒരുപാട് കിലോമീറ്റർ, ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ഇപ്പം ടീസ റിവറിൻ്റെ തീരത്തൂടെ നമ്മൾ വണ്ടി ഓടിച്ചു. അങ്ങനെ ഈസ്റ്റേൺ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, അതിൻ്റെ തണുപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. മിക്കവാറും ടൂറിസ്റ്റുകൾ വരുന്നവർക്കൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു താൽക്കാലിക വഴിയാണ്. सब लोग आ चुके हैं, नीचे उतर रहे हैं पहाड़ के नीचे. भैया हम बना रहे हैं. ഇതുണ്ട്. ഇപ്പം നല്ല വെള്ളം വരുന്ന സമയത്ത് ഇതിലെല്ലാം വെള്ളം പരന്നൊഴുകുന്നതാണ്. എന്തുമാത്രം വീതിയിലായിരിക്കും വെള്ളം ഒഴുകുന്നതെന്ന് നോക്കിക്കേ. At the bank of Tisa River on West Bengal, on North West Bengal border to Sikkim. ഈ കാണുന്നതെല്ലാം ഹിമാലയൻ മലനിരകളുടെ ഭാഗമാണ്. നമുക്ക് ഇവിടെ വെച്ചിട്ടൊരു ഡ്രോൺ ഷോട്ട് ഒന്ന് നോക്കാവേ.
ഹിമാലയൻ മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ഒന്ന് കാല് വെച്ചു. ഫ്രീസറിനകത്ത് വെള്ളം വെച്ച് തണുപ്പിച്ച പോലെ ഉണ്ട്. ഭയങ്കര തണുപ്പാണ്. രക്ഷയില്ല തണുപ്പ്. അതെ 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 അതെ, നല്ല തണുപ്പല്ലേ? ഇതുണ്ട്, ഇതിലേക്ക് ഇപ്പോൾ ഈ അടുത്ത് വെള്ളം കയറി ഒഴുകിയതാണ്. ഈ കഴിഞ്ഞ ദിവസം ഫ്ലഡ് വന്നിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കില്ലായിരുന്നോ? ആ സമയത്തുണ്ട് ഇവിടെ എല്ലാം നല്ലപോലെ നനഞ്ഞ് കിടക്കുക ചെളിയായിട്ട്. ഇതുണ്ടോ, ഇതുണ്ടോ? ഇപ്പോൾ വെള്ളം അങ്ങ് ഇറങ്ങിയതാണ്. വെള്ളം ഒഴുകുമ്പോൾ ഇതുവഴി പരന്നൊഴുകുന്നത്. എന്ത് വീതിയാന്ന് നോക്കിയേ. ആ വീഡിയോയിൽ തന്നെ കാണാമല്ലോ, ആ മലയുടെ ഇടുക്ക് ഇങ്ങനെ കാണാമല്ലോ വെള്ളം ഒഴുകുന്നത്. സോ ഞങ്ങൾ ടീസ്റ്റായിൽ നിന്ന് കയറുവാണ്. ഞങ്ങളുടെ കൂടെ ഇവിടെ ഒരു കമ്പാനിയൻ ഉണ്ട് കേട്ടോ. അവിടെ മുതലേ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയ വഴി മുതലേ എൻ്റെ കൂടെ, എനിക്കൊന്ന് ഇവിടെ വരുന്ന ഗസ്റ്റിൻ്റെ എല്ലാം കൂടെ ഗൈഡായിട്ട് പോകുന്നതാണ്, കാവലായിട്ട്. ഇത് അവിടെ നിന്നാണ് ഞങ്ങൾ ഇറങ്ങിയ റെസ്റ്റോറൻ്റ്. അതാണ് അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഞങ്ങൾ ഈ റിവറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. റിട്ടേൺ ബാക്ക് ടു ദി ബീസ്റ്റ്. 4x4 all the way from കോട്ടയം. നിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ടീസ്റ്റ നദി? ഹിമാലയൻ വെള്ളത്തിൻ്റെ തണുപ്പ്. അതെ അതെ അതെ. അല്ല, സിലിഗുരി വഴി പോയാൽ ആ താഴത്തെ ജംഗ്ഷനില്ലേ, ആ ബ്രിഡ്ജ് ഇവിടെ വരും. സിക്കിമിനൊറ്റ റോഡേ ഉള്ളൂ. തൊട്ട് താഴെന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്താൽ നമ്മൾ ഡാർജിലിംഗ് പോകുന്നത്. ഇതിലെ തന്നെ തിരിച്ചു വന്നിട്ട് വേണം ഡാർജിലിംഗിൽ പോകാനായിട്ട്. സോ നമ്മുടെ പാസ്പോർട്ട് അതുവഴി വന്നാൽ ലെഫ്റ്റ് കയറി അങ്ങോട്ട് പോകും. ആ കഥ പറഞ്ഞില്ലല്ലോ. അതെ അതെ അതെ. ഹായ്. അടുവ് കണ്ടോ നീന, നമ്മുടെ കൂടെ വന്നതുണ്ടോ? ആ അതെ അതെ, ഞങ്ങളവിടെ കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കിടന്നുറങ്ങിയതാണ്. ഓ, ഇറങ്ങി വന്നപ്പോൾ അറിയത്തില്ലായിരുന്നു, അങ്ങോട്ട് കയറുമ്പോൾ എന്നാ കയറ്റോ അല്ലേ? അതെടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്.
केला आया था कभी केरला तो नहीं है, नहीं है लेकिन सुनने में अच्छा है। आ जाओ एक बार हाँ? एक बार आ जाओ उधर ठीक है, थैंक यू। वो गैंगटॉक जा रहे हैं तो मैं उधर केरला आ जाऊंगा। हाँ ओके दार्जिलिंग से, दार्जिलिंग से, दार्जिलिंग से आए दार्जिलिंग से दार्जिलिंग आपका रेस्टोरेंट में दिखाया है इसमें रेस्टोरेंट, न्यू फैमिली रेस्टोरेंट। न्यूआंग हाँ, न्यू न्यूआंग फैमिली रेस्टोरेंट ആണ് NS10 29 मैल, ഏ NS10 29 मैल, ആ 29 मैल, हाँ, NS10 29 मैल। ഓ നല്ല റെസ്റ്റോറൻ്റ് ആണ് നിങ്ങൾ സിക്കിം വരുന്ന വഴിക്ക് കയറേണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണ് മീൻസ് ഞങ്ങളൊന്നും കഴിച്ചില്ല ബട്ട് മോമോസ് ഒത്തിരി ഡിഷസ് ഉണ്ട് നല്ല റഷ് ആൾക്കാർ നല്ലപോലെ കഴിക്കുന്നുണ്ട് ഇതാണ് ന്യൂവാങ് റെസ്റ്റോറൻറ്റ് ഫ്രിഡ്ജ് കണ്ടോ സ്റ്റീൽ ബ്രിഡ്ജുകളാണ് അവിടെ കിടക്കുന്ന സ്റ്റീലിൻ്റെ സെക്ഷൻസൊക്കെ മിക്കവാറും ഇവിടെ മെയിൻ്റനൻസിന് കൊണ്ടിട്ടേക്കുന്നതൊക്കെ ആയിരിക്കും നോർത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പില്ലേഴ്സൊക്കെ കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ ഓരോ പട്ടിക്കുട്ടിയുണ്ട്. ആ അത് ഈ ഏരിയയിലൂടെ ഉണ്ടാകും പറഞ്ഞതേ ഉള്ളൂ ഞാൻ കണ്ട അവിടെ ഒരാള് ഒരു പട്ടി ഇവിടെ എത്ര വെറുതെ ഒരുപാട് റൈഡേഴ്സും എല്ലാം ഇങ്ങനെ പോകുന്നതാണ് നമ്മളിപ്പോ ഒരു KL വണ്ടി ഉണ്ടല്ലേ KL 39 ആലുവ അല്ല ആലുവ അല്ല തൃപ്പൂണിത്തുറ കണയന്നൂർ താലൂക്ക് ഒരു ഫോർച്യൂണർ ഉണ്ട് അങ്ങനെ ടീസ നദിയുടെ തീരത്തൂടെ ഉള്ള സിക്കിമിലേക്കുള്ള സിക്കിം മലനിരകളിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ തുടരുകയാണ് ഗേസ് ബോട്ടയില് ആൾക്കാര് ഇപ്പൊ
കിട്ടുന്നുണ്ടോ? അവിടെയും കയറി നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ചെറിയ, അതായത് പാലത്തിൻ്റെ മുകളിൽ ഇവിടെ താഴെ വെള്ളമില്ലാത്ത ഒരു ഏരിയ. അവിടെ കുറെ പേരൊക്കെ ബോട്ടിങ് നടക്കുന്നുണ്ട്. ബോട്ടിങ് ഇവിടുന്നാ കേട്ടോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലല്ല മേളിൽ നിന്ന് വരുന്നുണ്ട്. മുകളിൽ നിന്ന് ഇവിടെ ഒരു ബോട്ട്, ഇവിടുന്ന് താഴേന്ന് ജീപ്പിന് ബോട്ടും ആൾക്കാരെ കയറ്റിക്കൊണ്ട് മേളിൽ പോയിട്ട് അവിടെ നിന്ന് താഴോട്ട് പോരുക. അവിടെയും കിടപ്പുണ്ട്, ഈ സൈഡിലും കിടപ്പുണ്ട് ബോട്ട്. പിള്ളേരൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. ഹായ്. ഒരു കുഞ്ഞു പട്ടിക്കുഞ്ഞ്. ആ റോഡ് കണ്ടോ? സൈഡിലൊക്കെ ഒരു ഇതുപോലും ഇല്ലല്ലേ? സൈഡിൽ ഇതുണ്ട്, അല്ല ആ സൈഡിൽ എല്ലായിടത്തും ഉണ്ട്. ഇതുണ്ട്, അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. എന്തായിരിക്കും? ഇന്ന് മുന്നിൽ പോയതാണോ അതോ ഓ അല്ലല്ലോ. ഉണ്ടാക്കി വെച്ചു? അവിടെയൊക്കെ വന്ന് നിന്ന് കാണാനാണോ എന്താണ്? നല്ലപോലെ റോഡെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് കിടപ്പുണ്ട് സൈഡെല്ലാവേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോഡ് ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം സൈഡൊക്കെ ഇടിഞ്ഞിരിക്കുന്നതാണ്. നല്ലപോലെ വീതി കൂട്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുക താഴെ. ഇത് ഈ മേളിലെല്ലാം മേളിൽ നിന്ന് മണ്ണിടിച്ചിൽ മണ്ണ് വന്ന് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷ് പോലെ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ. അതെല്ലാം മണ്ണ് വന്ന് ഇങ്ങനെ പെട്ടെന്ന് വന്ന് വണ്ടിയിലോട്ടൊന്നും വീഴാതിരിക്കാനേ. അത് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ റോക്ക് ഫോളിംഗ് ഏരിയ എന്നോ അല്ലേ? അതെ അതെ അതെ. ഉണ്ടോ കൺസ്ട്രക്ഷൻ നടക്കുന്നത്? തോന്നുന്നു വണ്ടി കയറി വരുന്നത്. സിക്കിം നാഷണൽ ട്രാൻസ്പോർട്ട്സ്. ഭയങ്കര പൊടി. അതെ. അവിടുന്ന് മണ്ണ് എടുക്കുന്നുണ്ട് കേട്ടോ, അതങ്ങനെ കയറി വരുന്നത് അല്ലേ? ആ സൈഡിൽ ഫുൾ ലോറികളാണ്, അവിടെയെല്ലാം മണ്ണെടുത്തോണ്ട് മേളിലോട്ട് കയറി വരും. ഈ വെള്ളത്തിന്റെ ഇതൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള വീടുകളുടെ ഒക്കെ അല്ലേ? അതെ, റിസ്ക്കാണ്. നമ്മുടെ അവിടെ അങ്ങനെയല്ലേ, വലിയ മഴക്കാലമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും എല്ലായിടത്തും ഇപ്പം ഹൈ റേഞ്ചിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും പലയിടത്തും പ്രശ്നങ്ങളുണ്ടല്ലോ. എന്തായി നിൽക്കുന്ന റബ്ബർ? എന്തോ വാഴമരം പോലുള്ള മരങ്ങളാണ്. ഹാപ്പിനെസ് റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുകയാണ്. ശരിക്കും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇന്ത്യയുടെ വലിയ അസറ്റാണ് ഇവിടുത്തേത്. കാരണം എത്ര വർഷങ്ങളുടെ വർക്കുകളാണ് ചെയ്യുന്നതെല്ലാം നല്ല ഹെവി കോൺക്രീറ്റും ടണലും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുറേ കാലങ്ങൾ കൊണ്ട് ഇതൊക്കെ എല്ലാം നല്ല ഡെവലപ്പായി വരും. ഇതൊക്കെ ഒരു കാലത്ത് റോഡ് വെട്ടി കയറിപ്പോയ കാലത്തൊക്കെ എന്തായിരിക്കും ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചാലേ. അതിനെപ്പറ്റി ആലോചിക്കുന്നത് അയ്യോ ഭയങ്കര. നല്ല ട്രാഫിക്കുണ്ട്, ഗുഡ്സും ട്രക്കും ടൂറിസ്റ്റുകളും.